ഹലോ ട്രേഡേഴ്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ എടുത്ത ട്രേഡ്, ഇന്ന് 2 ദിവസമായിട്ട് ഞാൻ ട്രേഡൊന്നും എടുത്തിട്ടില്ലായിരുന്നു. എനിക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നായപ്പോഴത്തേക്കും പുതിയ ചാർട്ട് ഇവിടെ ഈ ഒരു ഗ്യാപ്പ് അപ്പിന് ശേഷം എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ട്രേഡൊന്നും അങ്ങനെ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ലായിരുന്നു 2 ദിവസം. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഒരു ട്രേഡ് എടുക്കാം എന്ന് കരുതി എടുത്തൊരു ട്രേഡായിരുന്നു. ഞാൻ 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ട്രേഡ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിൽ നിന്നായിരുന്നു ഞാൻ ട്രേഡ് എടുത്തത്. ഈ ഒരു ഹൈ ഓപ്പണിംഗ് ബ്രേക്ക് ആയ ഉടനെ തന്നെ ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്തിരുന്നത് ഇവിടെ നിന്ന് എടുത്തിട്ട് ടാർഗറ്റായിട്ട് ഞാൻ ഏകദേശം ഈ ഒരു ലെവൽ വരെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവൽ എത്തിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ അത് റിവേഴ്സ് അടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അങ്ങനെ ഫസ്റ്റ് എനിക്ക് ലോസ് ആയിരുന്നു പറ്റിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെയും ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ലെവലിൽ നിന്ന് പിന്നെ ഒരു ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് തിരിച്ചു വരിക റിവേഴ്സലിൻ്റെ ചാൻസ് ഉണ്ടെന്ന് കരുതിയിട്ട് ഈ ഒരു കൺസോൾട്ടേഷൻ പീരീഡിൽ ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ട്രേഡ് ലോസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ചെറിയൊരു സ്റ്റോപ്പ് ലോസ്, അതായത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന അവിടെ എൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ നേരെ എൻ്റെ സ്റ്റോപ്പ് ലോസ് എടുത്ത് നേരെ താഴോട്ട് പോവുമായിരുന്നു. പിന്നെ നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റിയുള്ളൂ. വേറെ ട്രേഡൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആയതുകൊണ്ട് തന്നെ ഈ മൂവ്മെൻറ്റ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എടുത്ത സ്റ്റോപ്പ് ലോസിൻ്റെ പ്രശ്നമാണ്. കുറച്ചുകൂടെ ഞാൻ ഈ ഒരു ലെവലിലാണ് ഞാൻ യൂഷ്വലി ഈ ഒരു സ്റ്റോപ്പ് ലോസൊക്കെ വെക്കുന്നത്. പക്ഷേ ആദ്യത്തെ ട്രേഡ് ലോസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ അത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള മൈൻഡ് എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ ഞാൻ ഒരു ട്രേഡ് എടുത്തത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് ട്രേഡിൽ നിന്നും കൂടെ ആയിട്ട് -3000 ആയിരുന്നു എനിക്ക് ഇന്നത്തെ ലോസ് വരുന്നത്. കുഴപ്പമില്ല, ഇതേപോലത്തുള്ള ദിവസങ്ങളും വരും. സോ അത് പ്രശ്നമില്ല. എന്തായാലും ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ജസ്റ്റ് നമുക്കൊരു കൺഫർമേഷനും കൂടെ കിട്ടിയതിന് ശേഷം ട്രേഡ് എടുക്കുന്നതിന് നല്ലത്. ഞാൻ ഫസ്റ്റ് ഈ റഷ് ചെയ്ത് ഞാൻ ട്രേഡ് എടുക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ ട്രേഡ് എടുത്തതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ഒരു ട്രേഡ് എടുത്തത്. വലിയൊരു റിജക്ഷൻ ഇവിടെ കണ്ടതുകൊണ്ട് ഞാൻ എന്തായാലും കണ്ടിന്യൂ ആയിട്ട് ആ ഒരു റിജക്ഷനിലോട്ട് പോകും എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമേ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നിഫ്റ്റിയിൽ എനിക്ക് വലിയ മൂവ്മെൻറ്റ് ഞാൻ ആദ്യം നോക്കിയപ്പോഴത്തേന് ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം, ആ ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ അടിച്ചണക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ട്രേഡ് നിഫ്റ്റിയിൽ എനിക്ക് എടുക്കാൻ ഒരു ധൈര്യമില്ലായിരുന്നു. ബാങ്ക് നിഫ്റ്റി എനിക്ക് കുറച്ചുകൂടെ ഒരു ഇൻഫർമേഷൻ തന്ന പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തത്. എന്തായാലും ലോസ് ആയിരുന്നു പറ്റിയത്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നാളെ എങ്ങനെയായിരിക്കും നോക്കാം.